ഗവർണർമാരുടെ പ്രവർത്തനത്തിൽ സുപ്രധാന വിധിയുമായി സുപ്രീം കോടതി. സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഗവർണർമാർ പ്രവർത്തിക്കേണ്ടതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. തമിഴ്നാട് ഗവർണർക്ക് നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനിശ്ചിതമായി തടഞ്ഞുവെച്ച നടപടി നിയമവിരുദ്ധമാണെന്ന് കോടതി വ്യക്തമാക്കി. ഗവർണർക്ക് വീറ്റോ അധികാരമില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, അതിസുപ്രധാനമായ ഒരു കോടതി വിധി നിരീക്ഷണം എന്ന് കരുതേണ്ടി വരും. കാരണം കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുണ്ടാക്കുന്ന പ്രതിസന്ധികൾ പലതായിരുന്നു. ഈ കാര്യത്തിൽ ഗവർണർമാർക്ക് തിരിച്ചടിയാവുന്ന ഈ സുപ്രീം കോടതി വിധിയുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? സജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലാതെയുള്ള മറ്റ് പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരും സർക്കാരും തമ്മിൽ നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതും നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അനിശ്ചിതമായി ഈ ഗവർണർ പിടിച്ചു വെക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പല ഘട്ടങ്ങളിലായി തമിഴ്നാടും മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരുന്ന സമയത്തൊക്കെ ഇത്തരം ആരോപണങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നതാണ്. ഈ സാഹചര്യത്തിൽ കൂടി ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ അതൊരിക്കലും തമിഴ്നാട് ഗവർണർക്ക് മാത്രമല്ല, മറിച്ച് സംസ്ഥാനത്തൊട്ടാകെയുള്ള ഗവർണർമാർക്കുള്ള ഒരു വിധി എന്ന് തന്നെ കരുതപ്പെടേണ്ടിയിരിക്കുന്നു. ഇതിൽ സുപ്രധാനമായും പറയുന്നത് ഇക്കാര്യമാണ്. അതായത് 2022 മുതൽ തമിഴ്നാട് സർക്കാർ പാസാക്കിയ പല ബില്ലുകളും 10 ബില്ലിലധികം ഉള്ള ബില്ലുകൾ തമിഴ്നാട് ഗവർണർ അനിശ്ചിതമായി തടഞ്ഞു വെച്ചു. ഇത് ഈ നിയമവിരുദ്ധമാണ്. അതായത് ആർട്ടിക്കിൾ 200 പ്രകാരമാണ് ഗവർണർമാരുടെ അധികാരം നിശ്ചയിക്കുന്നത്. ഭരണഘടനാപരമായി ഇതിനുള്ള ലംഘനമാണ് ഈ അധികാരങ്ങൾ തടഞ്ഞു നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് അധികാര ലംഘനമാണ്. അതായത് ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഗവർണർക്ക് അതിൽ ചെയ്യാനുള്ളത്. ഒന്നില്ലെങ്കിൽ ആ നിയമം അംഗീകരിക്കുക, അല്ലെങ്കിൽ അത് നിഷേധിച്ച് തിരിച്ച് നിയമസഭയിലേക്ക് വിടുക, അല്ലെങ്കിൽ നേരിട്ട് രാഷ്ട്രപതിക്ക് വിടുക. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് നിയമസഭയിലേക്ക് തന്നെ ഗവർണർ തിരിച്ചയച്ചാൽ, പിന്നീട് അത് നിയമസഭ വീണ്ടും പാസ്സാക്കി ഗവർണർക്ക് തിരിച്ചയച്ചാൽ അതിൽ ഒപ്പുവെച്ചേ മതിയാകൂ. അതിൽ മറിച്ചൊരു നടപടി എടുക്കാൻ ഗവർണർക്ക് അവകാശമില്ല. എന്നാൽ തമിഴ്നാട് ഗവർണർ ചെയ്തത് ആദ്യം നിയമസഭ ഒരു ബില്ല് പാസാക്കി, അത് അനിശ്ചിതമായി കുറെ കാലം അത് തടഞ്ഞു വെച്ചു. അതിനുശേഷം തിരിച്ച് നിയമസഭയിലേക്ക് അയച്ചു. വീണ്ടും നിയമസഭ ബില്ല് അംഗീകരിച്ച് തിരിച്ചയച്ചപ്പോൾ, ബില്ല് പാസാക്കി അയച്ചപ്പോൾ പിന്നീടാണ് അത് രാഷ്ട്രപതിക്ക് അയച്ചത്. ഇങ്ങനെ ചെയ്യാനുള്ള ഒരു അധികാരമില്ല എന്നതാണ് ഇപ്പോൾ. വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കേരളത്തിൽ ഗവർണർ സർക്കാർ പോര് നമ്മൾ പലവട്ടം പല രീതികളിൽ കണ്ടതാണ്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധി അതിസുപ്രധാനമായി മാറുകയാണല്ലോ. ഗവർണർമാർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി കൃത്യമായ മാർഗനിർദ്ദേശം നൽകുകയാണ്. ഒരുപക്ഷെ ഈ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ നടത്തുന്ന അധിക ഇടപെടലുകൾ അതില്ലാതാക്കാൻ ഈ സുപ്രീം കോടതി വിധി ഗുണം ചെയ്യപ്പെടുമോ? അങ്ങനെ കരുതണോ? അല്ല, ഭരണഘടനയുടെ 75 വർഷത്തെ പ്രവർത്തനം കൊണ്ട് അതിലെ എല്ലാ വ്യവസ്ഥകളെ സംബന്ധിച്ചും രാഷ്ട്രത്തിനും ജനങ്ങൾക്കും വ്യക്തത കൈവന്നിട്ടുണ്ട്. ആ വ്യക്തത കൈവരാതിരുന്നത് ഗവർണർമാർക്ക് മാത്രമാണ്. തമിഴ്നാട്ടിൽ മാത്രമല്ലല്ലോ, കേരളത്തിലും ഒരു ഗവർണറുടെ പ്രവർത്തി നമ്മൾ കണ്ടതാണ്. പല സംസ്ഥാനങ്ങൾക്കും ഈ പ്രശ്നമുണ്ട്. ഭരണഘടനാ സംവിധാനം നന്നായി പ്രവർത്തിക്കുന്നതിനുള്ള അച്ചാണിയായി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഗവർണർ എന്ന് പറയുന്നത്. ഗവർണറെ കുറിച്ച് അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ വളരെ ഗഹനമായ ആലോചനകളൊക്കെ നടന്നു കഴിഞ്ഞതാണ്. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ, അതായത് നിയമിക്കുന്ന അതോറിറ്റിയുടെ ഒരു പൊളിറ്റിക്കൽ ഏജന്റായി മാറരുത് എന്ന് അന്നതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. പക്ഷെ ഗവർണർമാർ നിർഭാഗ്യവശാൽ അങ്ങനെയായിരിക്കുന്നു. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും പ്രത്യേകം പാർട്ടികൾ, വ്യത്യസ്തമായ പാർട്ടികൾ ഭരിക്കുമ്പോൾ ആ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുമ്പോൾ ഗവർണർ സ്വാഭാവികമായും കേന്ദ്രം ഭരിക്കുന്നവരുടെ കൂടെ നിൽക്കുകയാണ്. അവിടെ വലിയ ആപത്ത്. അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്. ഗവർണർക്ക് അങ്ങനെ ഒരു ദൗത്യവുമില്ല. ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ബില്ല് പാസ്സാക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, അതിപ്പോൾ 3 മാസം എന്ന് തമിഴ്നാട് കേസിൽ സുപ്രീം കോടതി പറയുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി ലോ ഓഫ് ദ ലാൻഡ് ആയതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്, എല്ലാ ഗവർണർമാർക്കും ബാധകമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഗവർണർ എന്ന പദവി, അതിന്റെ വ്യാപ്തി, അതിന്റെ പരിധി കൽപ്പിക്കണമെങ്കിൽ ആ പരിധി അതെല്ലാം പുനർനിർണയിക്കേണ്ടതായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിനുള്ള അവസരമാണ് സുപ്രീം കോടതി വിധി നൽകിയിരിക്കുന്നത്. ഗവർണർ എന്നത്
ഒരു സംസ്ഥാനത്ത് ഏകഛത്രാധിപതിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ സർക്കാരിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനുള്ള സ്ഥാപനമായി വർത്തിക്കാനുള്ള ഒന്നല്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അതാണ് സാഹചര്യം. എന്തായാലും സുപ്രീം കോടതി വീണ്ടും ഇത് ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു. അതായത് നിലവിൽ നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി അനുശാസിക്കുന്ന കാര്യം BJP സർക്കാരുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉള്ളതാണ്. വീണ്ടും സുപ്രീം കോടതി ഇത് ഓർമ്മപ്പെടുത്തുമ്പോൾ അതിസുപ്രധാനമായി മാറുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് അതിസുപ്രധാനമായി മാറുന്നു. സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിക്കുന്നത് പോലെ സുപ്രീം കോടതി വിധി അത്രം ചരിത്ര ദൗത്യം നിർവഹിക്കുന്നത് കൂടിയായി മാറുകയാണ്. VV അരുൺ കൂടി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഈ സുപ്രീം കോടതി വിധി, ഗവർണർമാരുടെ പ്രവർത്തനം സംബന്ധിച്ച സുപ്രീം കോടതി വിധി കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി പ്രസക്തമാവുകയാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നതായിരുന്നല്ലോ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ അതെല്ലാ പരിധികളും ലംഘിച്ച് മുന്നോട്ട് പോയതാണ്. സർക്കാരിന്റെ ബില്ലുകൾ പോലും, സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ പോലും രാഷ്ട്രപതിക്ക് അയച്ച് ഒടുവിൽ അത് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ചെന്ന് തീരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരളത്തിന്റെ സാഹചര്യത്തിൽ കൂടി ഇത് നിർണായകമായി മാറില്ലേ ഈ വിധി? തീർച്ചയായിട്ടും കേരളത്തിൽ ഇത് ഒരുപക്ഷെ കുറച്ച് മുമ്പ് വന്ന വിധിയായിരുന്നെങ്കിൽ വളരെ വലിയ രീതിയിൽ കേരളത്തിന് സഹായമാകുമായിരുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ ബില്ലുകളൊന്നും പെൻഡിംഗ് ഇല്ല. ഒരു ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയിലാണ്, ഒന്ന് രാഷ്ട്രപതി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് കേരളത്തിന് കാര്യമായ ബില്ലുകൾ ഇപ്പോൾ ഗവർണർ തടഞ്ഞു വച്ചിട്ടില്ല. കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ് വലിയ രീതിയിലുള്ള സർവകലാശാല ഭേദഗതി ബില്ലും ലോകായുക്ത ഭേദഗതി ബില്ലും ഒക്കെ തടഞ്ഞു വയ്ക്കുകയും മാസങ്ങളോടെ തടഞ്ഞു വയ്ക്കുകയും അനിശ്ചിതമായത്തെ തടഞ്ഞു വയ്ക്കുകയും പിന്നീട് രാഷ്ട്രപതിക്ക് അയക്കുകയും ഒക്കെ ചെയ്തതാണ്. കേരളം അന്ന് വലിയൊരു നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്തിരുന്നു. പക്ഷേ അത് ആ രീതിയിൽ ഗുണം ചെയ്തിരുന്നില്ല. ചില വിമർശനങ്ങളൊക്കെ ഗവർണർക്കെതിരെ സുപ്രീമിന്റെ ഭാഗത്തുണ്ടായെന്നൊഴിച്ചാൽ കേരളത്തിന് ആ രീതിയിൽ വലിയ ഗുണം ചെയ്തതായിരുന്നില്ല അന്നത്തെ കോടതി ഇടപെടൽ. പക്ഷേ ഇപ്പോൾ ഈ ബില്ല്, ഈ കോടതി വിധി സംസ്ഥാനത്തിനും BJP ഇതര സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരുപോലെ ഒരുപക്ഷെ ആശ്വാസം നൽകുന്നതും പ്രതീക്ഷ നൽകുന്നതുമാകുമെന്ന ഉറപ്പാണ്. ഇപ്പോഴത്തെ ഗവർണറുമായി സംസ്ഥാനം അത്ര ഒരു ഏറ്റുമുട്ടലല്ല, വളരെ സമമായ പാതയിലാണ് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ തൽക്കാലം കേരളത്തിന് അത്ര ഒരു പ്രശ്നം ഗവർണർ അത്തരം ഭീഷണി നേരിടുന്നില്ല. പക്ഷേ കേരളത്തിലും സമാനമായ തന്നെ ബില്ലുകൾ മാസങ്ങളോളം 1.5 വർഷത്തിലേറെ തടഞ്ഞു വെച്ച ബില്ലുകളും ഉണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി പിണറായി ഒരു തവണ വാർത്താ സമ്മേളനം നടത്തി ഓരോ ബില്ലും ഗവർണർക്ക് സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ദിവസവും ഗവർണർക്ക് അയച്ച ദിവസവും അതിനുശേഷം എത്ര മാസങ്ങൾ കടന്നുപോയി എന്നൊക്കെ വിശദീകരിച്ച് വാർത്താ സമ്മേളനം നടത്തിയതൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കാവുന്നതാണ്. ഗവർണറുടെ അധികാരങ്ങളെ പോലും ചോദ്യം ചെയ്തുള്ളൊരു വിധി വരുമ്പോൾ അത് സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ചും ഈ BJP വിരുദ്ധ BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വലിയ ആശ്വാസമുള്ളത് തന്നെയാണ്, പ്രത്യേകിച്ചും കേരളത്തിലും. അരുണിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് MR അഭിലാഷ്, നിയമകാര്യ വിദഗ്ധൻ നമുക്കൊപ്പമുണ്ട്. അഡ്വക്കേറ്റ് MR അഭിലാഷ്, സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ നിരീക്ഷണങ്ങൾ അത് അതിസുപ്രധാനമായി മാറുകയില്ലേ? അതായത് യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ എന്താണെന്ന് വിവക്ഷിച്ചിരുന്ന വിഷയത്തെ ഒന്നുകൂടി സുപ്രീം കോടതിക്ക് ഓർമ്മപ്പെടുത്തേണ്ടി വരികയാണോ ചെയ്തിരിക്കുന്നത് ഗവർണർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്? ഭരണഘടനയിൽ വിവക്ഷിച്ചിരിക്കുന്ന വിഷയം ഓർമ്മപ്പെടുത്തുകയല്ല, ഭരണഘടന വ്യക്തമായിട്ട് പറയാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ ദുരുപയോഗത്തിന്റെ വെളിച്ചത്തിൽ, നിരന്തരമായിട്ടുള്ള ദുരുപയോഗത്തിന്റെ വെളിച്ചത്തിൽ സുപ്രീം കോടതി ഇന്നൊരു നിയമപ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ പോലും മനസ്സുകൊണ്ട് കണ്ടിട്ടില്ലാത്ത തരത്തിൽ നിയമനിർമ്മാണ സഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കാതെ അനന്തമായിട്ട് അത് നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ, അങ്ങനെ കുറെ കാലം നീട്ടിക്കൊണ്ടു പോയതിനു ശേഷം കോടതികളിൽ നിന്നും ചോദ്യം വരുമെന്നൊരു സാഹചര്യം വരുമ്പോൾ അത് രാഷ്ട്രപതിക്ക് അത് പരിഗണനയ്ക്കായിട്ട് വിടുന്ന അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഭരണഘടനയുടെ മൗലികമായിട്ടുള്ള മൂല്യങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി അതിസുപ്രധാനമായിട്ടുള്ള ഒരു നിയമപ്രഖ്യാപനമാണ് സുപ്രീം കോടതി ഇന്ന് നടത്തിയിരിക്കുന്നത്. ജനപ്രതിനിധി സഭയിൽ പാസാക്കപ്പെടുന്ന ബില്ലുകൾ ഒപ്പുവെക്കാതെ അനന്തമായിട്ട് അതിന്റെ മുൻപിൽ അത് ടേബിളിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ ഭരണഘടനാ സംവിധാനത്തിൽ ഒരിക്കലും ആശാസ്യകരമായിട്ടുള്ള കാര്യമല്ല. 200-ാം വകുപ്പ് ഇന്ത്യൻ ഭരണഘടനയുടേത് പറയുന്നത് ഗവർണർ ഇങ്ങനെ പാസാക്കപ്പെടുന്ന ബില്ലുകളിൽ ഒപ്പുവെക്കുക, ഒപ്പുവെക്കില്ല എന്ന് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിടുക. ഈ 3 കാര്യത്തെ സംബന്ധിച്ചും ഷാൽ എന്ന പ്രയോഗമാണ് ഭരണഘടന നടത്തിയിരിക്കുന്നത്. അപ്പൊ നടപടി അനിവാര്യമാണ് എന്ന ഭരണഘടന അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കുമ്പോഴും ഒരു സമയപരിധി അവിടെ വെർബലായിട്ട് നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭരണഘടനയിലെ ഒരു സമയപരിധി പ്രഖ്യാപിച്ചിട്ടില്ലാത്തതിന്റെ അഭാവത്തിൽ അത് ദുരുപയോഗം ചെയ്തു വരുന്ന ഒരു പ്രവണത കാലാകാലങ്ങളായി തുടർന്നു വരുന്നു. അത് സംബന്ധിച്ചിട്ട് 2021 തമിഴ്നാടിനെ സംബന്ധിച്ച് തന്നെ
പേരറിവാളൻ കേസിൽ പേരറിവാളന്റെ ശിക്ഷ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടുള്ള റെമിഷൻ ആപ്ലിക്കേഷനിൽ നടപടിയെടുക്കാതെ നിരവധി നാൾ അതിന്റെ പുറത്തിരിക്കുകയും അവസാനം കോടതിയിൽ നിന്നും ചോദ്യം വന്നപ്പോൾ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിട്ടുകൊണ്ട് തലയൂരാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ പേരറിവാളനെ സുപ്രീം കോടതി പ്രത്യേക അധികാരം വിനിയോഗിച്ചുകൊണ്ട് മോചിപ്പിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു ചെയ്തത്. അപ്പൊ പേരറിവാളൻ കേസിൽ പ്രഖ്യാപിക്കപ്പെട്ട നിയമത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമമാണ് ഇവിടെ ഭരണഘടനയുടെ 200-ാം വകുപ്പിനെ സംബന്ധിച്ച് സുപ്രീം കോടതി ഈ നിയമപ്രഖ്യാപനത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. കാലാകാലങ്ങളായി കോടതി ഒരു വൈമുഖ്യം കാണിച്ചിരുന്ന ഒരു ഏരിയയിലാണ് ഇന്ന് അസന്നിഗ്ധമായിട്ട് നിയമപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെമ്പാടുമുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടെ ബാധകമാകുന്ന ഒരു നിയമപ്രഖ്യാപനമാണ്. ഭരണഘടനയുടെ അന്തസത്ത, ജനാധിപത്യത്തിന്റെ അന്തസത്ത ഒക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഇടപെടലായിട്ട് ഇതിനെ കാണേണ്ടതായിട്ടുണ്ട്. വളരെ നന്ദി.